മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒമാനിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ചരിത്രപരമായിട്ടുള്ള നേട്ടം തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒമാൻ സന്ദർശനത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ യാത്രയ്ക്കായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരും ഉറഞ്ഞുതുള്ളി രംഗത്തെത്തിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ പച്ച തെറിവിളികളുമായിട്ട് പച്ചക്ക് തെറി വിളിച്ചുകൊണ്ടാണ് സുഡാപ്പികൾ രംഗത്തെത്തിയിട്ടുള്ളത്. അത്തരം ഉദാഹരണങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം. നമ്മുടെ പ്രധാനമന്ത്രിയെയാണ് പച്ചക്ക് തെറി വിളിക്കുന്നത് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നിരന്തരം വിളിച്ചു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഒമാനിലേക്കൊക്കെ വലിഞ്ഞു കയറിയത് എന്ന്. ഈ പറയുന്നവരുടെ അപ്പന്റെ വകയൊന്നുമല്ല ഒമാനി എന്നുള്ളത് ഇത്തരം സകല ആളുകളും വന്ന് ആദ്യമേ അങ്ങ് തിരിച്ചറിയാം. മറ്റൊന്ന് പറയാനുള്ളത്, ഈ സന്ദർശനം എന്ന് പറയുന്നത് ഒമാൻ രാജാവ് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് നമ്മുടെ പ്രധാനമന്ത്രി ഒമാനിലേക്ക് സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഈ സന്ദർശനത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് ചരിത്രപരമായിട്ടുള്ള വലിയ നേട്ടം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി മുതൽ ഈ യാത്രയുടെ ഈ സന്ദർശനത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് നിന്ന് കയറ്റുമതി ചെയ്യുന്ന 98% ഉൽപ്പന്നങ്ങൾക്കും ഇനി തീരുവയില്ല, നികുതി രഹിതമായിരിക്കും. അത് പൂർണ്ണമായിട്ടും 0 ഒമാൻ എത്തിച്ചിരിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിന്നുള്ള 98% കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും ഇനി നികുതി വേണ്ട എന്ന് ഒമാൻ രാജാവ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത് നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന് ലഭിച്ച വലിയ ഗുണമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം. ഇതിലൂടെ മറ്റൊരു കാര്യം കൂടി സകല ആളുകളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യം ലോകത്തിന് മുന്നിൽ വലിയ പുരോഗതിയിലേക്കും ലോകത്ത് വ്യക്തമായിട്ടുള്ള സ്ഥാനം നമ്മുടെ ഭാരതത്തിനുണ്ട് എന്നുള്ളത് അറബ് രാജ്യങ്ങൾ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന്റെ ഭാഗമാണ് ഒമാൻ രാജാവ് നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചത് എന്നുള്ളതും സകലരും തിരിച്ചറിയാം. ലോകം മൊത്തം അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ രാജ്യം ലോകത്ത് വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നതിലേക്ക് വളർന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ രാജ്യവുമായിട്ട് വലിയ സൗഹാർദ്ദത്തിലേക്ക് എത്താൻ അറബ് രാജ്യങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും വെറുതെ പറയല്ല. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ആദ്യമായിട്ടാണ് ഒമാൻ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് എത്തുന്നത് എന്നുള്ളത് കൂടെ ഇതിനോട് ഓരോ ആളുകളും കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ ഒമാൻ ആദ്യമായിട്ടാണ് ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലേക്ക് നമ്മുടെ രാജ്യവുമായിട്ട് ഏർപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിന് വലിയ നേട്ടമുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മികവാണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയുക. ഇനി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ പ്രധാനമന്ത്രി 24 മണിക്കൂറും ലോകത്തെ പ്രധാനപ്പെട്ട ഓരോ രാജ്യങ്ങളിലേക്കും പോയിക്കൊണ്ടിരിക്കുക. ഇത് അദ്ദേഹത്തിന് വേണ്ടിയാണോ? അല്ല. അദ്ദേഹത്തിനോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ വേണ്ടിയല്ല. അദ്ദേഹം നമ്മുടെ മണ്ണിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ് ഈ ഓടി നടക്കുന്നത്. ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. ലോക പോലീസ് ചമയുന്ന അമേരിക്ക നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തി നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അങ്ങ് തകർക്കാമെന്നൊരു ധാരണയായിരുന്നു ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ ലക്ഷ്യം. നമ്മുടെ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കുക എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് ഒരു വ്യാപാര യുദ്ധം തന്നെ ഈ പറയുന്ന അമേരിക്ക പ്രഖ്യാപിച്ചു. എന്നാൽ നമ്മുടെ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിനൊക്കെ പുല്ല് വില കൊടുത്തുകൊണ്ട് അമേരിക്കയില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റു വഴികളുണ്ട് എന്ന് പറഞ്ഞ് റഷ്യ, ചൈന, അങ്ങനെ ലോകോത്തര രാജ്യങ്ങള്, അതേപോലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി കൃത്യമായ വാതിൽ തുറന്നിട്ട് കൊടുത്തു. ഞങ്ങൾ തയ്യാറാണ്, 2 രാജ്യങ്ങൾക്കും ഗുണമുള്ള ഏത് കരാറുകൾക്കും ഞങ്ങൾ തയ്യാറാണ് എന്ന തുറന്ന വാതിലുമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിന് മുന്നിൽ പ്രഖ്യാപനം നടത്തി. ഒമാൻ മുതൽ ലോകത്തെ പ്രധാനപ്പെട്ട സകല രാജ്യങ്ങളും നമ്മുടെ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജോർദാൻ, എത്യോപ്യ, ഇത്തരം രാജ്യങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ മണ്ണിന് വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി ഓടി നടക്കുകയാണ്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു? നമ്മുടെ സമ്പദ് വ്യവസ്ഥ 8% വളർച്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏത് ലോക പോലീസ് ചമയുന്ന അമേരിക്ക നമുക്കെതിരെ നിലപാടെടുത്തിട്ട് പോലും
ഈ 28/11/2025 മനോരമയിൽ വന്ന വാർത്തയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. 8.2% പ്രവചനങ്ങളെ കടത്തിവെട്ടി ഇന്ത്യയുടെ GDP മുന്നേറ്റം, എതിരാളികൾ ബഹുദൂരം പിന്നിൽ. ഇതൊന്നും വെറുതെ അങ്ങ് സംഭവിക്കല്ല. നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോവുകയും അതേപോലെ തന്നെ ക്ഷണിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ട് കരാറുകളിൽ ഏർപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി ഉയർത്തിപ്പിടിക്കുക. എന്നിട്ടും ഒരുപാട് ആൾ ഇതെന്തിനാ പോകുന്നത് എന്നൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയുക. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഇത്തരം സന്ദർശനത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് ലോകത്തിന്റെ പുരോഗതിയിലേക്ക്, ലോകത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നമ്മുടെ ഭാരതം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സകലരും തിരിച്ചറിയുക. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ സാധിക്കാഞ്ഞിട്ട്, ഈ ഒമാൻ സന്ദർശനമൊക്കെ കണ്ട് സഹിക്കാൻ സാധിക്കാഞ്ഞിട്ട് ഒരുപാട് സുഡാപ്പികൾ കുരുപൊട്ടിറങ്ങിയിട്ടുണ്ട്. ഞാൻ അത്തരത്തിൽ കുറച്ച് ഉദാഹരണങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം പാശ്ചാത്തറിവുകളുമായിട്ടാ. ആദ്യത്തെ കമന്റാ, ഇന്ത്യയിൽ മുസ്ലിങ്ങളെ കൊന്നു തള്ളുന്നു, അവിടെ പോയി അറബിയുടെ കാൽ പിടിക്കുന്നു. ഇവനൊക്കെ യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് തീഹാറിൽ തള്ളണം. ഇതൊരു പ്രധാനമന്ത്രിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതാ. ഇത് രാജ്യദ്രോഹ കുറ്റ. ഇവന്റെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ട്, കോടതിയിൽ പോയി കൂടെ. എന്തിനാണ് ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇവനൊക്കെ എടുത്ത് തീഹാറിൽ തള്ളണോ? ഈ പറയുന്ന ഒമാൻ സന്ദർശനത്തിൽ വരുന്ന കമന്റ്, നമ്മുടെ മലയാള മാധ്യമങ്ങളിൽ വരുന്ന വാർത്തക്ക് വരുന്ന കമന്റ്, ഇത്തരം ആളുകളൊക്കെ നമ്മുടെ രാജ്യത്തിന് ശാപ. ഇത്തരം ആളുകളൊക്കെ ചവിട്ടി പുറത്താക്കണം രാജ്യത്ത് നിന്ന്. അടുത്ത കമന്റാ, ഉത്തരേന്ത്യയിലെ സംഘികൾക്കും അറബികൾക്കും ഏതാണ്ട് ഒരേ ബുദ്ധിയാ. നരേന്ദ്രമോദി ആര് സ്വീകരിക്കുന്നോ അവരൊക്കെ തന്നെ ബുദ്ധിയില്ലാത്ത ആളുകൾ എന്ന ഇവിടെ കുറെ മരമൊണ്ണ ജിഹാദികൾ കരുതുന്നത്. അവര് മാത്രം വലിയ കൊണാണ്ടർ എന്നുള്ള രീതിയിലാണ് അവര് മുന്നോട്ട് പോകുന്നത്. പൊട്ടക്കണക്കിലെ തവളകളാണ് ഇത്തരം സുഡാപ്പികൾ എന്ന് ഇവരൊക്കെ എന്നാണ് ഇനി തിരിച്ചറിയുക. ലോകം മൊത്തം മത്സരിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ആദരിക്കുക. അപ്പോഴും പറയും ഉത്തരേന്ത്യയിലെ അറബികളൊക്കെ ഒരുപോലെയാണ്. എന്തൊരു ഇത്തരം ആളുകളോടൊക്കെ പുച്ഛം മാത്രം. അടുത്ത കമന്റാണ്, മതസൗഹാർദ്ദത്തോടെ എങ്ങനെ രാജ്യം ഭരിക്കാം എന്നുകൂടി പഠിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒമാൻ സന്ദർശനത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇന്ത്യൻ സമൂഹത്തേക്ക് അഭിസംബോധന ചെയ്തത് ലോകം തന്നെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുക. ഞാനൊരു ഭാഗം ഇവിടെ കൊടുക്കാം. മലയാളികൾ ഉൾപ്പെടെ എങ്ങനെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്, നിങ്ങൾ അതൊന്ന് കണ്ടുനോക്കൂ. मेरे सामने एक मिनी इंडिया देख रहा हूं. मुझे लगता है यहां बहुत सारे मलयाली भी है. सुखमाणो और सिर्फ मलयालम नहीं, यहां तमिल, तेलुगु, कन्नड़ा और गुजराती बोलने वाले बहुत सारे लोग हैं. നിങ്ങൾ കണ്ടില്ലേ എത്ര സുന്ദരമായിട്ടാണ് ഇന്ത്യൻ സമൂഹത്തെ നമ്മുടെ പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുന്നത്. ലോകം ഇത് അതിശയത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ മലയാളം, നിങ്ങൾ തന്നെ കേട്ടില്ല, എന്റെ മുന്നിലുള്ളത് ഒരു ഇന്ത്യൻ ഒരു മിനി ഇന്ത്യയാണ്. ധാരാളം മലയാളികളുണ്ട്. എന്നിരുന്നാലും തമിഴ്, തെലുങ്ക്, കന്നഡ, ഗുജറാത്ത് ധാരാളം ആളുകളുണ്ട്. എത്ര സുന്ദരമായിട്ടാണ് ആ ഓഡിയൻസിനെ കൈകാര്യം ചെയ്യുന്നത്, ഇന്ത്യൻ സമൂഹത്തെ കൈകാര്യം ചെയ്യുന്നത്. ഇത് വിവേകമുള്ള ലോക ജനത അതിശയത്തോടു കൂടി നോക്കി നിൽക്കുക. ഏതെങ്കിലും ഒരു രാജകുടുംബത്തിൽ ജനിച്ചതിന്റെ പേരിൽ രാജാവായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ലത്. ഒരു ജനാധിപത്യ, അത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു ഗൾഫ് രാജ്യത്തെത്തിയിട്ട് തന്റെ മുന്നിലുള്ള എല്ലാവരെയും ഒരുപോലെ കൈകാര്യം ചെയ്ത് എല്ലാവരെയും ഒരുപോലെ കയ്യിലെടുത്ത് സംസാരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ ഭാഷകളും സംസാരിക്കുന്ന വിവിധ ഭാഷകൾ, വിവിധ മതങ്ങളിൽപ്പെട്ട ആളുകൾ ഒരേപോലെ മോദി 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 എന്ന് പറയുന്നത് ലോകം അതിശയത്തോടു കൂടി നോക്കി നിൽക്കുമ്പോ ഇവിടെയുള്ള കുറെ മരമൊണ്ണ സുഡാപ്പികൾ പറയുക എല്ലാവരെയും ഒരുപോലെ എങ്ങനെയാ കൊണ്ടുപോകുന്നതെന്ന് പഠിക്കുക എന്നൊക്കെ. ലോകം അതിശയത്തോടു കൂടിയാ നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കിക്കാണുന്നത്. നിരവധി മതങ്ങള്, നിരവധി ഭാഷകള്, നിരവധി സംസ്ഥാനങ്ങൾ, അങ്ങനെ
ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഒരു തവണയാണോ, രണ്ട് തവണയാണോ, മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യരെ അത്ഭുതമായിട്ടാണ് ലോകം ഉറ്റുനോക്കുന്നത്. അപ്പൊ ഇവിടെ ഒരുപാട് സുഡാപ്പികൾ പുച്ഛിക്കുക, അത്തരം ആളുകളൊക്കെ പുച്ഛിച്ച് നടക്കുക എന്നുള്ള ലോകം ഇദ്ദേഹത്തെ അംഗീകരിച്ചു കഴിഞ്ഞു. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യ. ഞാൻ ഈ കോപ്പിലെ കോൺഗ്രസിലെ കാര്യമല്ല ചോദിക്കുന്നത്. ലോകത്ത് ഇദ്ദേഹത്തിന് മുകളിൽ വെക്കാൻ മറ്റൊരു നേതാവുണ്ടോ? ലളിതമായിട്ടുള്ള ചോദ്യ. അത്തരത്തിൽ ലോകം മുന്നോട്ട് പോകുമ്പോ അത്തരത്തിൽ എണ്ണം പറഞ്ഞൊരു ലോക നേതാവിന്റെ മുന്നിലാണ് ഐക്യത്തെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കൂ എന്നൊക്കെ പറയുന്നത്. അടുത്ത കമന്റ് വെക്കാം. ഉള്ള സുഖം കളയാതിരുന്നാൽ മതി. ഇവിടെ സംഘികളടക്കം ഇന്ത്യൻ ബീഫ് ദിവസവും വെട്ടി വീങ്ങുന്നുണ്ട്. അവരത് ആസ്വദിച്ച് കഴിക്കുന്നത് ഇല്ലാതാക്കരുത്. ഇത് കൃത്യമായിട്ട് ഒരു ജിഹാദി അജണ്ടയാ. ഇവിടെ ബീഫിനെതിരേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ BJP നേതാക്കന്മാർ തന്നെ പരസ്യമായിട്ട് പറയാറില്ലേ ബീഫിന് ഞങ്ങൾ ആരും എതിരല്ല എന്ന്. ഇനി പശുവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അത് ആചാരവുമായി ബന്ധപ്പെട്ടാണ്. അതിനെ മാനിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ ഒരു ഉത്തരവാദിത്വം തന്നെയാ. ഇവിടെ പന്നിയുമായിട്ട് പള്ളി പരിസരങ്ങളിലേക്ക് വന്നാൽ ഇവരൊക്കെ എത്ര ഉറഞ്ഞതുള്ളൂ. അത്തരത്തിൽ ചോദ്യം ചോദിച്ചാൽ അത് വർഗീയതയോ എന്ന് പറയില്ലേ? അപ്പൊ അത് തിരിച്ച് എങ്ങനെയും ചോദിക്കുന്ന ഇത്തരം സുഡാപ്പികളാണ് നമ്മുടെ നാടിന്റെ അപകടം എന്നുള്ളത് സകലരും തിരിച്ചറിയാം. അടുത്ത കമന്റാണ്. നിരവധി തെറിവിളികളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളുണ്ട്. അടുത്ത കമന്റാണ്. മുസ്ലിങ്ങളെ വെറുക്കുന്ന ഇയാൾ എന്തിനാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ പോകുന്നത്? ഇദ്ദേഹത്തിന്റെ ഇന്ത്യയിൽ ദിവസേന ലിഞ്ചിങ് നടന്നുകൊണ്ടിരിക്കുന്നു. എന്നൊരു നെറികേടാണ്. ഇവിടെ ആരാണ് മതത്തിനെതിരെ നിൽക്കുന്നത്? ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന അറബികളെ ഇവിടെയുള്ള കുറെ മരമണ്ണകൾ ഇങ്ങനെ പഠിപ്പിക്കുക. ലോകം മൊത്തം നരേന്ദ്രമോദി എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. നരേന്ദ്രമോദിയെയാണ് ഗൾഫ് രാജ്യങ്ങൾ പോലും പിന്തുടരുന്നത്. ജിഹാദിസത്തിനെതിരെയുള്ള നിലപാടെടുക്കുന്നതിന്, ഭീകരവാദത്തിനെതിരെയുള്ള നിലപാടെടുക്കുന്നതിന്, ജിഹാദിസത്തിനെതിരെയുള്ള നിലപാട് എടുക്കുന്നതിലൊക്കെ നരേന്ദ്രമോദിയെ നോക്കിയാണ് അറബികൾ മുന്നോട്ട് പോകുന്നത്. മോദി ഒരു മതത്തിനെതിരല്ല. അത് ബോധവും വിവരവും വിവേകമുള്ള ലോക ജനതക്കറിയാം, ഇന്ത്യൻ ജനതക്കറിയാം. അതേസമയം ഇവിടെ സുഡാപ്പികൾക്ക് ദഹിക്കുന്നില്ല. അത് ജിഹാദികളെ എതിർക്കുന്നത് കൊണ്ടോ ഭീകരവാദികളെ എതിർക്കുന്നത് കൊണ്ടോ അങ്ങനെ പ്രശ്നമുള്ളവർ ആ പ്രശ്നവുമായിട്ട് നടന്നോളൂ. അധികം കളിച്ചാൽ നിങ്ങൾക്കൊക്കെ തീഹാർ അങ്ങ് തുറന്നു തരുമെന്ന് മാത്രമേ മുന്നോട്ട് വെക്കാനുള്ളൂ. അടുത്ത കമന്റാണ്. ഇന്ത്യൻ മുസ്ലിങ്ങളോട് മാത്രമേ ഈ നോർത്ത് ഇന്ത്യൻ പച്ചത്തെറിയാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഞാനത് വായിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് ഇത്രത്തോളം ഒരു പച്ചത്തെറി വിളിച്ചത് അയിത്തമുള്ളത് എന്ന്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഒരു മതത്തോട് എതിർപ്പില്ല. ലോകത്ത് സകല അറബ് രാജ്യങ്ങളും മത്സരിക്കുക ഇദ്ദേഹത്തെ ഒന്ന് ആദരിക്കാൻ. ഈ ഒമാനിലേക്ക് എത്തിയതുപോലും ഒമാൻ സുൽത്താന്റെ, ഒമാൻ രാജാവിന്റെ പ്രത്യേക ക്ഷണപ്രകാര നമ്മുടെ പ്രധാനമന്ത്രിയെ ലോകം ആദരിക്കുമ്പോ നമ്മുടെ പ്രധാനമന്ത്രി എന്തോ മതത്തിനെതിരാണ് എന്നൊക്കെ പറയുന്നത് എത്ര നെറികേടാണ്. ലോകത്ത് ഇത്തരം സകല സുഡാപ്പികളോടും പറയാം, ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സുരക്ഷയിലും മുന്നോട്ട് പോകുന്ന പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. ഏറ്റവും സമാധാനത്തിലും സുരക്ഷയിലും സൗകര്യങ്ങളിലും ഇന്ത്യൻ മുസൽമാൻ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റേതൊരു രാജ്യത്തെക്കാൾ സുന്ദരമായിട്ട് നമ്മുടെ ഭാരതത്തിൽ പോവാ. എന്നിട്ടും പറയാണ് മോദി എന്തോ എതിരാണ്, ഇന്ന മതത്തിന്. ഉളുപ്പില്ല ഇത്തരം ആളുകൾക്ക്. നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ തെറി വിളിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ ഒരു അർഹതയുമില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.